ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം മോർണിംഗ് 5:36 ആണ് കേട്ടോ. വെളിച്ചം പോലും ശരിക്കും വന്നിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ ഭയങ്കര ടയേർഡാണ്. പിന്നെ പനി പിടിച്ചൊരവസ്ഥയാണ്, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. 2-3 ദിവസമായിട്ട് എനിക്ക് പനിയാണെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ചില ദിവസങ്ങളിൽ അങ്ങനെ കേട്ടോ, നമ്മൾ ഭയങ്കര ടയേർഡായിട്ടുള്ള ദിവസമായിരിക്കും. മടി പിടിച്ച ദിവസങ്ങൾ വേറെ ഉണ്ടാവാറുണ്ട്, മടിയല്ല കേട്ടോ. പക്ഷെ ഒരു മെൻ്റലി ഫിസിക്കലി ടയേർഡായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവില്ലേ, കുറേ ദിവസം ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ. അങ്ങനെ ചില ദിവസങ്ങൾ അങ്ങനത്തെ ഒരു ദിവസമായിട്ടോ ഒന്ന് ഫിസിക്കലി മെൻ്റലി ടയേർഡായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പം ഇങ്ങനത്തെ ദിവസങ്ങൾ ഞാനെങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. എനിക്ക് ആദ്യം ഒരു ഗ്ലാസ് ചായ കുടിക്കണമെന്ന് തോന്നി. നോർമലി ഞാൻ ഗണേഷിൻ്റെ കൂടെ മോർണിംഗ് ചായ കുടിക്കുക, കുറച്ച് ലേറ്റായിട്ട്. പക്ഷേ ഗണേഷ് എണീറ്റിട്ടില്ലാത്തതുകൊണ്ട് ഞാനൊരു ചായ ഇട്ടു കേട്ടോ. ചായ ഇട്ടിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ പൊതുവേ പെർഫെക്ഷൻ ആവാൻ പോകാറില്ല കേട്ടോ. ഓൾറെഡി ഞാനൊരു മിസ് പേഴ്സണാണ്, എന്നാലും ഒരുപാട് പെർഫെക്ഷനൊന്നും നോക്കാറില്ല. അന്ന് ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ കുറച്ച്. ഇപ്പം മോൻ സ്കൂളിൽ പോകണം, അവനെ റെഡിയാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം, ഫുഡ് ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ, കഴിക്കണ്ടേ. അപ്പം അങ്ങനെ ഉള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് ടയേർഡായിട്ടുള്ള ദിവസം ഞാൻ ചെയ്യാറ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയല്ലോ, ഞാനിങ്ങനെ ആയതുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും വന്നിട്ട് ബാധിക്കുമല്ലോ, ഇല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചുകൂടി സെൽഫ് ലവ് ആണ്. എൻ്റെ സമാധാനം, എൻ്റെ ജീവിതം, അതാണ് എനിക്ക് ഏറ്റവും വലുത്. അതിന് ശേഷം എല്ലാം ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ആരും ഗണേശനെ ശ്രദ്ധിക്കുന്നില്ല, അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് ആരും മെസ്സേജ് അയക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നുമല്ല. ആഫ്റ്റർ 30s നമ്മൾ കുറച്ചുകൂടി നമ്മളെ പറ്റി ചിന്തിച്ച് തുടങ്ങും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കാട് കയറിയത് അറിഞ്ഞില്ല. അപ്പം ദോശയ്ക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കിയതാട്ടോ മക്കളെ. സിമ്പിൾ നമ്മളുടെ തേങ്ങാ ചട്നി. ചില ടൈം നമുക്ക് ആവശ്യം മോട്ടിവേഷനല്ല കേട്ടോ, നമുക്ക് ആവശ്യം അക്സെപ്റ്റൻസാണ്. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. ഞാൻ ചില ടയേർഡായിട്ടുള്ള ഇതുപോലുള്ള ദിവസങ്ങളിൽ ഞാൻ പ്ലാൻ ചെയ്യാറ് അങ്ങനെയാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അല്ലാണ്ട് ഞാൻ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേക്കും, ഇല്ലെങ്കിൽ ഇന്ന് മൊത്തം ചെയ്യാനുള്ള വർക്കൊക്കെ ചെയ്യും. അങ്ങനത്തെ ഭീകരമായ ചിന്തകളൊന്നും വേണ്ട. ചില ദിവസങ്ങൾ നമുക്ക് വയ്യെങ്കിൽ വയ്യ, നമ്മളെക്കൊണ്ട് പറ്റുന്നത് എത്രയേ പറ്റുള്ളൂ. പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അത്യാവശ്യം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യങ്ങളുടെ പിന്നാലെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഓടിയിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. നമ്മൾ കുറച്ചുകൂടി ടയേർഡാവും, കുറച്ചുകൂടി മെൻ്റലി നമ്മൾ ഡൗൺ ആയി പോകട്ടോ. അപ്പം മോട്ടിവേഷനേക്കാളും നല്ലത് നമുക്ക് വേണ്ടത് അക്സെപ്റ്റൻസ് ആണ് കേട്ടോ. എന്നെക്കൊണ്ട് ഇന്ന് വയ്യ, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക. കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. ഞാൻ മോന് ലഞ്ച് തയ്യാറാക്കുമ്പോഴേ, ഞാൻ ആദ്യമൊക്കെ ലഞ്ച് വീഡിയോ ഒക്കെ ഇടുമായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ലാതെ. പക്ഷെ അവൻ കൊണ്ടോണ്ടേ മക്കളെ, അവൻ ഇത് മതിയെന്ന് അവൻ പറയുന്നത്. നല്ല പനിയാണ് കേട്ടോ കൊച്ചിന്. അപ്പം നല്ല പനിയെന്ന് വെച്ചാൽ ഒന്നാന്തരം പനിയാണ്. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ അവനെ ഒന്ന് മാനേജ് ചെയ്യാം. അവന് വയ്യാന്നുണ്ടെങ്കിൽ അവൻ മടിയിൽ നിന്ന് ഇറങ്ങില്ല കേട്ടോ. ഇറങ്ങില്ല നമ്മളെ കാര്യം നടക്കൂലല്ലോ, വേറെ പണിയൊക്കെ ഇല്ലേ. അപ്പം അവനെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തിട്ട് കാർട്ടൂണും വെച്ച് കൊടുത്തേക്കുവാണ്. മാനേജ് ചെയ്തല്ലേ പറ്റുമോ. ഇതെൻ്റെ റെഗുലർ റൂട്ടീനൊന്നുമല്ല കേട്ടോ. ചില ടയേർഡായിട്ടുള്ള ഓഫ് മോഡായിട്ടുള്ള ദിവസങ്ങളിലെ എൻ്റെ റൂട്ടീൻസാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. ചില സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് തരുന്നത് നമുക്ക് ഉള്ള ജോലി ഇല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നതിൻ്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് സ്ട്രെസ്സും
കാര്യങ്ങളൊക്കെ വരുന്ന അങ്ങനെയല്ല. ചില ദിവസങ്ങളിൽ ഇങ്ങനെയും നമുക്ക് പറ്റില്ല, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതേപോലെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പം 8 മണിക്ക് മോൻ്റെ വെഹിക്കിൾ വരും കേട്ടോ. 8 മണിക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ. 9:30ക്ക് ഗണേഷ് പോകുമ്പോൾ ഞാൻ മോനെ ഗണേഷിൻ്റെ കൂടെ വിടാറുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. ചില ടയേർഡായിട്ടുള്ള ദിവസങ്ങൾ ഞാനൊന്നും നിർബന്ധം പിടിക്കാറില്ല, പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഓഫ് ചെയ്യാറാണ്. രാത്രി ഞാൻ കുക്ക് ചെയ്തത് പാസ്തയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും പാസ്ത ഇഷ്ടമാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ച് എളുപ്പപ്പണിയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാവുമ്പോൾ ഈസി ആണല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാമല്ലോ. എല്ലാം സ്പെസിഫിക്കായിട്ട് ആർക്കെങ്കിലും ഈ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. മാത്രമല്ല കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മക്കളെ കൊണ്ട് വെജിറ്റബിൾസ് കഴിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റാ.